കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ദരിദ്രവാസി പി.സി. ജോർജ് ആണെന്ന് എസ്.എൻ.ഡി.പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ജോർജിനെ കേരളത്തിൽ ഒരാളും വിശ്വസിക്കില്ലെന്നും എവിടെയും സ്ഥാനം കിട്ടാതെ നാണം കെട്ട അവസ്ഥയിലെത്തിയപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നതാണെന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ബി.ജെ.പി കാണിച്ചത് വലിയ തെറ്റാണെന്നും ജോർജ് മത്സരിച്ചാൽ ദയനീയ പരാജയം ഉറപ്പാണെന്നും കൂടി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. ഇത്രയും അപഹാസ്യനായ മറ്റൊരു നേതാവും കേരളത്തിൽ കാണില്ല. നിലപാടില്ലാത്തവനും ഉമ്മൻചാണ്ടിയെയും പിണറായിയെയും ചീത്ത വിളിച്ച ആളുമാണ് പി.സി. ജോർജ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വെറും പന്നനായ രാഷ്ട്രീയ നേതാവാണ് പി.സി. ജോർജ്. ഇപ്പോൾ ആർക്ക് വേണം പി.സി. ജോർജിനെ? ആർക്കും വേണ്ടതായപ്പോൾ പി.സി. ജോർജ് ബി.ജെ.പിയിൽ ചേർന്നു. ജനപക്ഷം എന്ന പാർട്ടി അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പി.സി. ജോർജിന് ദയനീയ പരാജയമുണ്ടാകും. ബി.ജെ.പിക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ എന്ന് സംശയമാണ്. ഒരു രക്ഷയുമില്ലാത്തവരെല്ലാം ചെന്ന് ചേരാനുള്ള വഴിയമ്പലം ആണോ ബി.ജെ.പി എന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെ ഇളക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോലും മോദിയെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് നിൽക്കുന്നുമില്ല. നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ഇനിയും 5 കൊല്ലം കൂടി ഭരിക്കും എന്ന് ഉറപ്പാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. കൂട്ടത്തിൽ ആർ.എസ്.പി നേതാവ് N.K. പ്രേമചന്ദ്രനെ പിന്തുണച്ചും വെള്ളാപ്പള്ളി സംസാരിക്കുന്നുണ്ട്. പ്രേമചന്ദ്രൻ മോദിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പിണറായി വിജയൻ മോദിക്ക് കൈ കൊടുത്തിട്ടില്ലേ, അദ്ദേഹത്തിന് ക്ഷണം സ്വീകരിച്ചിട്ടില്ലേ എന്നും ചോദിച്ചു. പ്രേമചന്ദ്രനെ മോശക്കാരനാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുകയാണ്. വി.ഡി. സതീശനും സുധാകരനും ഒരുമിച്ച് യാത്ര നടത്തുന്നത് തന്നെ അവർ തമ്മിൽ ഒരുമ ഇല്ലാത്തത് കൊണ്ടാണ്. മറ്റെല്ലാ പാർട്ടിയിലും ഒരു നേതാവാണ് മാർച്ച് നയിക്കുന്നത്. രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ ഒരു മാന്യനാണ്. ഇപ്പോൾ പാർട്ടിയുടെ തലപ്പത്ത് ഇരിക്കുന്നവർ തറപറ പറയുന്നവരാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും വെള്ളാപ്പള്ളി നടേശൻ മറുപടി നൽകി. തുഷാർ വിജയിക്കുമോ എന്ന് താൻ പറയാനില്ല, അപ്രിയ സത്യങ്ങൾ പറയാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടയിൽ പ്രേമചന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തി. കെ മുരളീധരൻ, കെ സുധാകരൻ, വി.ഡി. സതീശൻ എന്നിവർ പ്രേമചന്ദ്രനെ ന്യായീകരിച്ചു. എന്നാൽ LDF നേതാക്കൾ രൂക്ഷമായ വിമർശനമാണ് പ്രേമചന്ദ്രനെതിരെ ഉയർത്തുന്നത്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത പ്രേമചന്ദ്രൻ ഇന്ത്യ സഖ്യത്തെ വഞ്ചിച്ചു എന്നാണ് എളമരം കരീം പറയുന്നത്. ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ ആരും വിരുന്നിൽ പങ്കെടുത്തില്ല. പ്രധാനമന്ത്രിയുടെ തന്ത്രത്തിൽ പ്രേമചന്ദ്രൻ വീഴുകയായിരുന്നു. പ്രേമചന്ദ്രനെ കൂടെ കൂട്ടിയതിൽ ചില സംശയങ്ങളുമുണ്ട്. കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. പ്രേമചന്ദ്രനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ കേരളത്തിൽ ഇത്തവണ ബി.ജെ.പി അക്കൗണ്ട് തുറക്കും എന്ന് പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറയുന്നതെന്നും കരീം ചോദിക്കുന്നുണ്ട്.